ബീഫ് തിന്നുന്ന എല്ലാ മലയാളികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. കാര്യം ഇത് കേവലം ഒരു ബീഫല്ല, പോത്തിന്റെ എല്ലും വാലും വെച്ചിട്ട് കുഞ്ഞുള്ളി ഇട്ട് ഒരു ഒന്നൊന്നരക്കറിയ ഉള്ളിയും പോത്തും. ആഹാ, ഇന്നത്തെ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങളെല്ലാവരും നാളെ കട ചെന്നിട്ട് പറയും ഞങ്ങൾക്ക് പോത്തിറച്ചി വേണ്ട, ഞങ്ങൾക്ക് ഇത് ഇതുപോലത്തെ എല്ലും വാലും മതിയെന്ന് പറയും. ആ എല്ലും വാലും 4 കിലോയും ഇറച്ചി 2 കിലോയും അതൊരു കണക്കാണ്. അത് വാങ്ങിച്ചു കുക്കറിനകത്തിട്ട് ഇച്ചിരി ഇടുക്കി ഗോൾഡ്, മഞ്ഞപ്പൊടി, കല്ലുപ്പ്, വെള്ളം അടച്ചു വെക്കുക. ആ ഭീമൻ കുക്കറിനെ അങ്ങോട്ട് ചീറ്റിപ്പിക്കുക എന്നതാണ് ഗ്യാസ്. ഇനിയാണ് താരത്തിന് നമ്മുടെ ദേശീയുരുളിയുടെ വരവ്. ദേശീയുരുളി വെക്കുക, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക, ഇച്ചിരി അതിൻ്റെ പേരിനെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഒരു ഇച്ചിരി കപ്പലണ്ടി ഇട്ട് കൊടുക്കുക, കാഷ്യൂനട്ട് ആൻഡ് പച്ചമിളക, ഇഞ്ചി, കറിവേപ്പില നല്ലപോലെ ഇളക്കി മിക്സ് ആക്കുക. അതിനകത്തേക്ക് കുഞ്ഞുള്ളി അങ്ങോട്ട് ഇടുക, അങ്ങോട്ട് ഇളക്കി മൂപ്പിച്ച് നല്ല പരുവാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, ഇതിനകത്ത് സവോളയില്ല, ഓൺലി കുഞ്ഞുള്ളി. ശേഷം അതൊരു പാത്രത്തിലിട്ടിടുക, നമ്മുടെ പൊട്ടറ്റോ മാഷ് വെച്ച് കൂത്തി ഉടച്ച് നല്ല മെനയാക്കുക. ഇനി ക്രഷ്ഡ് ചില്ലി വിച്ച് മീൻസ് ഉടച്ച മുളക്, മഞ്ഞപ്പൊടി, കല്ലുപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി. പിന്നെ നമ്മൾ മലയാളികൾ കളറിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാശ്മീരി ചില്ലി ആവശ്യത്തിന് അങ്ങോട്ട് വാരി വരച്ചിട്ട് കൊടുക്കുക. ഇടുക്കി ഗോൾഡ് വിച്ച് മീൻസ് കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഭീമൻ കുക്കറിൽ നിന്നും നിറച്ചു വെച്ചിരിക്കുന്ന 6 കിലോ എല്ലും വാലും അമ്പട്ട അതിൻ്റെ ഒരു മണം ഇപ്പം തന്നെ ഓരോന്നങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഇളക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി ആ ചാറൊക്കെ ഒന്ന് കുറുകി പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിര മല്ലിയില അങ്ങ് വെതറണം. അതിനുശേഷം ഏലക്കാപ്പൊടി പ്രൊമോഷനാണ്, നാട്ടുകാരറിയണം ഇവിടെ പോത്ത് വെക്കുന്നുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഏലക്ക എരിവുള്ള സാധനത്തിൽ ഉപയോഗിക്കുന്നത്. ഒയ്യോ എന്നോ കറിയാടാ അത്. നല്ല ചൂട് ചോറിനകത്തോട്ട് ഈ കറി കോരി വിളമ്പണം. എന്നാൽ പിന്നെ ഇന്നത്തെ എല്ലിനും വാലിനും ചോറ് തന്നെ ആയിക്കോട്ടെ. നല്ല ചെമ്പാവരി കുത്തരി ചോറ് നല്ല ചൂട് വഴറ്റിടുക. നമ്മുടെ സ്പെഷ്യൽ സാലഡ് ഇട്ട് കൊടുക്കുക. നല്ല ഇഞ്ചി മുളകും ഒക്കെ ഇട്ട പച്ചമോര് അത് കോരി ഒഴിക്കുക. ഒടുവില്ല നമ്മുടെ എല്ലും വാലും കറി. ഒയ്യോ എൻ്റെ പൊന്നെ, ആ കറി ആ ചൂട് ചോറിൻ്റെ മേളിലോട്ട് ആ വാഴയിലോട്ട് അങ്ങോട്ട് ഒഴിക്കുമ്പോണ്ടല്ലോ, വാഴയിലും കൂടെ എന്തൊരു മണം വരും. 2 പപ്പടം കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ എന്ത് ഈ അളവിന് വരും. അയ്യോ ഇതൊക്കെ ഒരു ഹോട്ടലിലൊരു ഡിഷായിട്ട് കൊടുക്കണം. ആ ഹോട്ടൽ കേരളത്തിലെ ടോപ്പാണ്. അങ്ങനെ അങ്ങ് തുടങ്ങിയാലോ. അതങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബി എ മലയാളി, ഞാനാടാ മലയാളി, ബീഫ് തിന്നുന്ന മലയാളി എന്ന ഒരു പ്രൈഡ് നമുക്കിങ്ങനെ വരും. ആഹാ എന്നാ ഒരു സുഖം. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു, ഇതുപോലെ നിങ്ങളുടെ ചങ്കുകളെ എല്ലാം വിളിച്ചു കൂട്ടി എല്ലാവരുമായിട്ട് ഒന്നിച്ച് ആഘോഷിച്ച് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ പോത്ത് മലയാളിക്ക് എന്നൊരു വികാരമാണ്. മലയാളി ഒത്തുകൂടുന്ന എല്ലാ തീന്മേശയിലും എല്ലാ കാലത്തും പോത്തുണ്ടാകട്ടെ. അതേണ്ട നിങ്ങൾക്കുള്ള പോത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ സ്റ്റേ ബ്ലെസ്ഡ് ഗായ്സ്. എന്നും ബീഫ് തിന്നാൻ സാധിക്കട്ടെ. ഹല്ല പിന്നെ